6 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് 2.5 മണിക്കൂറാക്കിയതാണ്. പിന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിൽ ഞാൻ ആ പറഞ്ഞ ടീമുകളാണെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ടാക്സി ബില്ല്, സാധനം മേടിച്ചതിന്റെ ബില്ല് എന്താണെന്ന് പോലും നോക്കാതെ ഒപ്പിടുന്ന പണി അല്ലാതെ എന്തിനാണെന്നും അവിടെ പോയി നോക്കാനൊന്നും ഇരിക്കത്തില്ല. അത് ഓക്കെ, ഞാൻ ഈ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഇത്രയും. പിന്നെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ അത് പ്രൊഡക്ഷൻ മാനേജർ എന്ന് വെച്ചിട്ട് അവര് അത് ഹോളിവുഡിലൊക്കെ പ്രൊഡക്ഷൻ മാനേജർ അവരെ ലൈൻ പ്രൊഡ്യൂസർ എന്നാക്കും. അത്രയും വലിയൊരു ഉത്തരവാദിത്തം പിടിച്ച ലൈൻ പ്രൊഡ്യൂസർ എന്നുള്ള കാറ്റഗറിയിലേക്കാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ വ്യക്തികളെ മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ അവർ വെക്കുന്നത്. കാരണം പറഞ്ഞാൽ അത്രയ്ക്ക് റിസ്ക് ഉള്ള പണിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. ബഡ്ജറ്റ് കൂട്ടുമല്ല ചെയ്യേണ്ടത്, ബഡ്ജറ്റ് കുറയ്ക്കുക. ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത്, നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ല നിങ്ങളുടെ കൺട്രോൾ അസോസിയേഷന്റെ അക്കൗണ്ടിലൊക്കെ സാധനങ്ങളൊക്കെ എന്റെ ഷെയർ ചെയ്തായിരുന്നു. ഞാൻ എല്ലാ കൺട്രോളെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ ഇതുകൂടെ പറഞ്ഞു ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇത്രയും നാളും പ്രൊഡക്ഷൻ കൺട്രോളിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വരും. ഇതുവരെ മറ്റുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു അവിഹിതത്തിന്റെ കഥയായാലും പിന്നെ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് മറ്റേതെങ്കിലും മറ്റ് സിനിമയുടെ റിവ്യൂ ആയാലും മറ്റെല്ലാം സംസാരിക്കാൻ ആൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ ഇത് ഏറ്റവും കൂടുതൽ ഫണ്ട് പോകുന്ന ഒരു കാറ്റഗറിയാണ് ഈ ബഡ്ജറ്റ്. പിന്നെ ആ സിനിമയുടെ കാര്യം ഞാൻ അവിടെ നിൽക്കാം. ഓക്കെ, ഞാൻ ഇത്രയാണ് പ്രൊഡക്ഷൻ കൺട്രോളിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് വേറെ കാര്യം പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു വന്നതിന്റെ ബാക്കി എന്താണെന്ന് ചോദിച്ചാല്, പിന്നെ ഈ ഒരു ഡയറക്ടർ സുരേഷന്റെ സുമലതയുടെ ഹൃദയഭാരിയായ പ്രണയകഥ അതിന്റെ ഡയറക്ടർ രണ്ടാമതൊരു പടം എടുത്തു. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ചാക്കോച്ചൻ, ആദ്യം പ്രൊഡ്യൂസർ ചാക്കോച്ചൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഇയാള് മറ്റേ പടത്തിന്റെ അളവ് വെച്ച് ഇത് അങ്ങ് കയറി 10-20 കോടി രൂപ അടുപ്പിച്ചായി ഈ പടം. ഈ സെയിം ഡയറക്ടർ തന്നെയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ സിനിമ എടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം ഈ സിനിമ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോ 6 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് 2.5 മണിക്കൂറാക്കിയതാണ്. ഇവരൊക്കെ ഈ സീൻ എടുക്കുമ്പോഴും മറ്റേതൊക്കെ എടുക്കുമ്പോഴും ഒന്നും നോക്കൂടെ എത്ര കോടി രൂപയാണ് അത് ലോസ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു സൈഡ്. അപ്പൊ ഞാൻ ഇത് കൺട്രോളറെ ചീത്ത വിളിക്കുന്നവർക്കൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാരും ശ്രദ്ധിക്കട്ടെ. ഇതിപ്പോ ക്യാമറമാൻ ആയാലും ഡയറക്ടർ ഈ ഡയറക്ടർ തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് ജിസ്ജോയി പറയുന്നുണ്ട്. അന്ന് ഭയങ്കരമായിട്ട് വിവാദം ഉണ്ടായ ഒരു വിവാദമല്ല, ഒരു സംഭവങ്ങൾ. ഞാൻ എന്റെ സന്തോഷം മാത്രം നോക്കിയാൽ മതി, അല്ല പ്രൊഡ്യൂസറെ നോക്കേണ്ടത്. അത് വർത്താനമാണ്, അത് വേറെ സത്യം. അതല്ല അത് തന്നെയാണ്. പക്ഷെ എങ്കിലും